ഒരു ടൈമിൽ ടീനേജ് ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാർഷായിരുന്നു എല്ലാവരുടെ അടുത്തും. എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മൂക്കിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് അച്ഛൻ ഈ മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് പൊക്കോണ്ടിരിക്കണം. ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ റൂമിൽ അമ്മയുടെ സാരി എടുത്ത് എനിക്ക് കുരുക്കിട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, വെൽക്കം എവ്രി വൺ ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബ്യൂട്ടി വ്ളോഗറാണ് ഗ്ലാമി ഗംഗ. ഗംഗ, വെൽക്കം ടു അവർ ഷോ. ഇൻഫാക്ട് ഗംഗേനെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന കുറച്ച് റീൽസിലാണ്. ആൻഡ് അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗംഗനെ ഷോയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ആ സമയത്ത് ഒത്തിരി ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിളിക്കാം. ആൻഡ് താങ്ക്സ് സോ മച്ച് ഫോർ കമ്മിങ് കൊണ്ട്. എന്നെ വിളിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിരിക്കണമെന്നുള്ളത്. ഇത് ശരിക്കും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഗംഗ. ഇപ്പോൾ 2020 ഈ ചാനൽ തുടങ്ങിയത്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു വെറും 3 വർഷം കൊണ്ട്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? അതെനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെ പെട്ടെന്ന് 1 മില്യൺ ആയി എന്നുള്ളത്. പക്ഷേ ഇപ്പം ആൾക്കാർ എന്താവും, നമുക്കൊരു 6 മന്ത്സ് 1 ഇയർ ഒക്കെ കൊണ്ട് 1 മില്യൺ വരുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ എന്തോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു ഓർമ്മയുണ്ട്? എന്താ ചെയ്തത്? ആദ്യത്തെ ഞാനൊരു ഇൻട്രൊഡക്ഷനാണ്, ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ബോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിനുശേഷം പിന്നെ സ്കിൻ കെയർ, എനിക്കിഷ്ടമുള്ള കുറച്ച് വീഡിയോസ്. സാധാരണ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ ബ്യൂട്ടി വ്ളോഗർ ആവണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം. എനിക്ക് ഈ ഒരു ഫീൽഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, വേറെ ഒരു ഫീൽഡും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ബ്യൂട്ടിയാണ് എനിക്ക് ഇഷ്ടമുള്ളത്, അപ്പം പിന്നെ അതിൽ തന്നെ പോവാന്നുള്ളത്. പേരിന്റെ ഒക്കെ പിന്നിലെ കഥ എന്താണ്? പേര് ആദ്യം എന്താ പറയുക, ലെറ്റ് ഗെറ്റ് സം പുട്ടി വിത്ത് ഗംഗ എന്നായിരുന്നു. ലെറ്റ് ഗെറ്റ് സം പുട്ടി വിത്ത് ഗംഗ. പുട്ടി നല്ല ഐഡിയ ആയിരുന്നു. ഞാൻ കുറച്ച് ഫൺ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതെനിക്ക് ആദ്യമൊക്കെ പറയാൻ ഭയങ്കര പാടായി. ലെറ്റ് ഗെറ്റ് സം പുട്ടി വിത്ത് ഗംഗ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അത് മാറ്റാം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ച് ഗ്ലാമി ഗംഗയാക്കി. ടെൽ മീ അബൌട്ട് ദിസ് ജേർണി ഗംഗ. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ എന്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് ചേച്ചി, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആണ് എൻ്റെ അമ്മയുടെ ലൈഫ്. ഞാൻ വളർന്നതോടെ എൻ്റെ അമ്മയുടെ ലൈഫിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കരഞ്ഞ അമ്മയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റീസെൻ്റായിട്ട് ചിരിക്കുന്ന ഒരമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. എൻ്റെ ചിന്താഗതികൾ ഒരുപാട് മാറി, എൻ്റെ ആറ്റിറ്റ്യൂഡ് കുറേയൊക്കെ മാറി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടൊരു ലൈഫ്, ഒരുപാടല്ല എന്നാലും ഒരു തരത്തിൽ പീസ്ഫുള്ളായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഈ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് മാറ്റം? ഞാൻ ആദ്യമൊക്കെ ഭയങ്കര എനിക്കൊന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമുള്ള ഒരാളാണ്. എപ്പോഴും കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഹാർഷായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നു. ഒരു ടൈമിൽ ടീനേജ് ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാർഷായിരുന്നു എല്ലാവരുടെ അടുത്തും. എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഞാൻ പലരിലും കാണുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അങ്ങനെ ഇത് വിചാരിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എല്ലായിടത്തും മിണ്ടാനുണ്ട്, നല്ലോണം സംസാരിക്കണുണ്ട്. അപ്പം അതിനൊക്കെ എനിക്ക് പറ്റി. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് മാറ്റം വന്നു. മറ്റുള്ളവർക്ക് പെരുമാറാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ല സ്നേഹത്തിൽ പെരുമാറാൻ ഞാൻ പഠിച്ചു. ഗംഗയുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ഒരു മകളും അനുഭവിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഗംഗ കണ്ട് അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഹാവ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് റെസ്പെക്ട് ഫോർ യു. കാരണം ഇത് എളുപ്പമല്ല. ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് ലൈഫിൽ കടന്നു വന്നത്? വെ യുവർ ഫാദർ വാസ് ആക്ച്വലി ബീങ് വയലൻറ്റ് ആൻഡ് അബ്യൂസീവ്. എനിക്ക് ഓർമ്മയെന്ന് പറയുന്നത് എനിക്കൊരു ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മൂക്കിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് അച്ഛൻ ഈ മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കണ്ണൊക്കെ ഇങ്ങനെ ഇവിടെ ചതഞ്ഞ് അമ്മയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കണം. അപ്പം അമ്മ തറയിൽ കിടന്നിട്ട് അമ്മ പെടയുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും. ഭർത്താവ് ഭാര്യ എടുത്തിട്ട് അടിക്കും, അത് കോമൺ. കാരണം എൻ്റെ അന്ന് ആ 4ാം ക്ലാസ് വരെയോ 3ാം ക്ലാസ് വരെയോ വിചാരിച്ച അങ്ങനെയാണ് എല്ലാ ഫാമിലിയും ഉണ്ട്. പക്ഷെ എനിക്ക് അബ്നോർമലായിട്ട് തുടങ്ങിയത് ഈ അച്ഛൻ അമ്മ ഉപദ്രവിച്ച് അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ്,
അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അത്രയും വയലൻ്റ് ആയിട്ട് കാണുന്ന അപ്പോഴാണ്. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്ന ഇതാണ്, എപ്പോഴും ഉപദ്രവമാണ്, അടിക്കും എപ്പോഴും. എനിക്ക് പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു അമ്മയെ മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം എന്നെ അനിയത്തി ഉപദ്രവിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് അനിയത്തി ഉപദ്രവിക്കും. അനിയത്തിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അനിയത്തിക്ക് എന്നെക്കാളും ഒരു 1.5 വയസ്സ്. ഗൗരി 1.5 വയസ്സിന് ഇളയത്. പിന്നെ എന്താ പറയുക, ഞങ്ങളെ വീടിന് പുറത്ത് വെളിയിട്ട് കഥ അടയ്ക്കും പുള്ളിക്കാരൻ മഴയാകുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ നല്ല ഉള്ളിലോട്ടാണ്, നല്ല കാട് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് പന്നി ഇറങ്ങുന്ന ടൈമുണ്ട്, കാട്ടുപന്നി ഉണ്ടല്ലോ, അത് ഇറങ്ങുന്ന ടൈം. ആ ടൈമിൽ ഞങ്ങൾ വെളിയിട്ട് കഥ അടച്ചിട്ട് ഞങ്ങൾ മഴയത്ത് നിൽക്കും. ഞങ്ങൾ ആ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കണമെന്ന് കണ്ടാൽ ഞങ്ങളെ കല്ലെറിയും, ദൂരെ പോകാൻ വേണ്ടിയിട്ട് കല്ലെറിയും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ട്രോമയുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക്. ഇത്രയും എനിക്ക് സത്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല അച്ഛന്മാരാണ്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരാളടുത്ത് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു അച്ഛനെ കാണുമ്പോഴാണ് എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത്. ഞാൻ പഠിച്ചതൊക്കെ, ഞാൻ +2 ഒക്കെ പഠിച്ചത് നല്ല കുറച്ച് ദൂരെയാണ്, അമ്പലമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ദൂരെയാണ്. അപ്പോൾ പഠിച്ചിട്ടൊക്കെ രാത്രി എക്സാമൊക്കെ കഴിഞ്ഞ് +2 എക്സാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ ആരും കാണൂല. ഞാൻ ആ നല്ല ദൂരമുണ്ട്, ബസ് സ്റ്റോപ്പിൽ നിന്ന് നല്ലൊരു 3 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. അപ്പം ഞാനിങ്ങനെ പേടിക്കും, എന്നെ വിളിക്കാൻ പോലും ആരും വരാനില്ല. എനിക്കറിയാം അച്ഛൻ റോട്ടിൽ നിൽപ്പുണ്ട്, അച്ഛൻ റോഡിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കറങ്ങി നിൽക്കും, എൻ്റെ കൂടെ പോകുമ്പം അച്ഛൻ വീട്ടിൽ പോകുമ്പോൾ കൂടെ പോകാമെന്ന് പിള്ളേരില്ല. എനിക്ക് അടുത്ത് ചെന്ന് മിണ്ടാൻ പേടിയാണ്, കൊണ്ടാക്കുമെന്ന് ചോദിക്കാൻ പേടിയാണ്. ചിലപ്പോൾ അവിടെ ഇട്ട് അടിച്ചാലോ ഉപദ്രവിച്ചാലോ ചീത്ത വിളിച്ചാലോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടൂല. ഞാൻ നടന്ന് ഇരുട്ടത്തൂടെ നടന്ന് ഒരൊറ്റ ഓട്ടം ഓടും. ഗംഗ ഒരിക്കലും അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ? ഈ നിമിഷം വരെ ഞാൻ എന്തിനെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ സ്നേഹമാണ്. എനിക്ക് ഈ നിമിഷം വരെ ചേച്ചി എനിക്ക് കിട്ടിയിട്ടില്ല, ഒരാളിൽ നിന്നും എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല അച്ഛൻ്റെ സ്നേഹം. ഗംഗ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വീട്ടുകാർ തന്നെ അവരാരും സഹായത്തിന് വന്നില്ല. ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയും, നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഒന്നെങ്കിൽ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും, നമുക്ക് ഇവിടെ നിന്ന് പോകാം, നമുക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് പറയും. അപ്പം അമ്മ നമ്മളെവിടെ പോകാം, നമുക്ക് വീടില്ല, നമുക്ക് എവിടെ പോവും എന്ന് അമ്മ ചോദിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയില്ല, കാരണം എല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പം പണ്ടത്തെ ഉള്ള ഒരാൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, കല്യാണം കഴിച്ച് പെങ്കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ പിന്നെ അവർക്കൊരു ബാധ്യതയില്ല, അവർക്കറിയണ്ട. സത്യമില്ല, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഒരു റിലേറ്റീവ് പോലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ വാ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആ കൊച്ചുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു. ഇഷ്ടം പോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളെ ഫാമിലിയിൽ. പക്ഷെ ഒരാൾ പോലും ഞങ്ങളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ്. ഓണമൊക്കെ ആകുമ്പോൾ ആഗ്രഹിക്കും ഒരു ജോഡി ഡ്രസ്സ്, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിടാൻ ഒരു ജോഡി ഡ്രസ്സ് ആരെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇന്നാസെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കൊണ്ട് തന്നിട്ടില്ല. അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്. അച്ഛന് പുള്ളിക്കാരൻ കാർപ്പൻ്ററാണ്, മരപ്പണിയാണ്. നല്ല സാലറി കിട്ടും. എനിക്ക് തോന്നുന്നു ദിവസം 1000, അന്ന് ആ ഒരു ടൈമിൽ 1200 വരെ പുള്ളിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ പുള്ളിയുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അന്ന് കിട്ടുന്ന എമൗണ്ട് ഫുള്ള് ബാറിൽ കൊടുത്ത് കുടിച്ച് തീർത്തിട്ടേ വീട്ടിൽ വരുള്ളൂ. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നോ എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ടോ ഒരു സൈക്യാട്രിക് ഹെൽപ്പ് സീക്ക് ചെയ്യാൻ? കാരണം ഇങ്ങനെ വൈഫിനെ അടിക്കുക, അതും ഇത്രയും ബ്രൂട്ടലി അടിക്കുക, കുട്ടീനെ അടിക്കുക. അമ്മ ഒരു പാവമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ വെറും ഒരു പാവമാണ്. ഞാൻ വിചാരിക്കണം എൻ്റെ പുണ്യമാണ്, ഞാൻ അങ്ങനെയാണ് വിചാരിക്കണം. കാരണം എനിക്ക് ആരും ഉണ്ടായിട്ടില്ല ചേച്ചി. കാരണം അമ്മ മാത്രം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ. എനിക്ക് 25 വയസ്സാകുമ്പോഴാണ് എന്നെ ഈ നിമിഷം വരെ എൻ്റെ അമ്മ കളിപ്പിക്കും. കുഞ്ഞു പിള്ളേരെയൊക്കെ കൊഞ്ചിക്കില്ല, അത് കണക്ക് എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ കളിപ്പിക്കും. എനിക്കറിയാം എൻ്റെ അമ്മയുടെ കാലശേഷം പിന്നെ എനിക്ക് ആരുമില്ല. അപ്പം അമ്മ എങ്ങനെയൊക്കെ ഉപദ്രവിച്ച് കഴിയുമ്പോഴും അമ്മ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? അമ്മ എങ്ങനെ നിങ്ങളെ സമാധാനിപ്പിച്ച? കാരണം നിങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ആ സാഹചര്യത്തിൽ. അമ്മ പറയും ഇതെല്ലാം മാറും. അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇതെല്ലാം മാറും. മേ ബി ഞാൻ വിചാരിക്കണം അമ്മ എന്തോ മുൻകൂട്ടി കണ്ടോലെ എന്നൊക്കെ തോന്നൂലേ. അമ്മ പറയും എല്ലാം മാറും, എല്ലാം ശരിയാവും, എല്ലാ പ്രശ്നവും മാറും എന്നമ്മ പറയും. നിങ്ങൾ പഠിച്ച് ജോലിക്ക് പോകണം, പഠിച്ച് ജോലി കിട്ടുമ്പോൾ എല്ലാ പ്രശ്നവും മാറും. അപ്പം അന്നുമുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കൊരു വരുമാനം ഉണ്ടാവണം. നമുക്കൊരു വരുമാനം ഉണ്ടായ ഈ ഒരു ഇതിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാം, എൻ്റെ അമ്മയ്ക്കൊരു മോചനം കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുക ഒരുപാട് പോയിട്ടുണ്ട് ചേച്ചി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്.
കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ മൂക്കിടിച്ച് ആ ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അച്ഛനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഡി അഡിക്ഷൻ സെൻറ്ററിൽ വിട്ടിട്ട് പുള്ളിക്കാരൻ 6 മാസം കുടിച്ചിട്ടില്ല. അന്ന് ഞങ്ങളെ ലൈഫിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സമയമാണ്. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങളടുത്ത് ചിരിച്ച് സംസാരിക്കുകയും സ്നേഹിക്കുകയും ഒന്നുമില്ല. എപ്പോഴും മുഖം അങ്ങനെ ഒരു ചിരിച്ച് സംസാരിക്കുന്ന ക്യാരക്ടറല്ല. ഞാൻ ചിരിക്കാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ ഇരിക്കും ഞാൻ ചിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്, അയ്യോ ഈ മനുഷ്യന് ചിരിക്കാൻ അറിയാമല്ലോ, ഞങ്ങളുടെ തിന്നേ വരെ ചിരിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി 6 മാസം കഴിഞ്ഞപ്പം എഗെയിൻ പുള്ളി കൂടി തുടങ്ങി. എഗെയിൻ തുടങ്ങിയപ്പോൾ പിന്നെയാണ് ഒട്ടും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വയലൻസ് ആയത്. ഞങ്ങൾക്ക് ഫുഡ് ഇല്ലാതായി, ഞങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാതായി. മുമ്പ് ദിവസം അമ്മയ്ക്ക് 50 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു. അന്നത്തെ 50 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു. മീൻ വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ 50 രൂപ കൊടുക്കാനും. പിന്നെ ഒട്ടും പൈസ കൊടുക്കാതെ. പക്ഷെ പൈസ കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പുള്ളിക്കാരൻ ഫുഡ് വേണം. അതെൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചേക്കണം. എൻ്റെ അമ്മ അരിയില്ല ഫുഡില്ല എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അടിയും പ്രശ്നമാണ്. ഒരുപാട് തവണ ഞങ്ങൾ അമ്മയെ ഉപദ്രവിക്കും. എൻ്റെ അപ്പൂപ്പനും ഉമ്മയും മാമാരോടെ എൻ്റെ അമ്മയെടുത്ത് ആശുപത്രി കൊണ്ടുപോകും. എഗെയിൻ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് പഞ്ചായത്ത് മെമ്പറും എല്ലാവരും കൂടെ വന്ന് ഒത്തീർപ്പാക്കിയിട്ട് എഗെയിൻ ഞങ്ങൾ തിരിച്ചു പോകും. നന്നായി. ഞങ്ങൾ ഭയങ്കര ഹോപ്പായിരുന്നു. എനിക്കുണ്ടായിരുന്നു ആ ഹോപ്പ്. കാരണം ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ഒരാണ് എൻ്റെ അച്ഛനാണ് ഒരു പ്രായം വരെ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പറയില്ല, നമുക്ക് എപ്പോഴും പെമ്മക്കൊക്കെ അച്ഛന്മാരോടാണ് സ്നേഹം കൂടുതലെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ ആ പ്രവൃത്തി കണ്ടപ്പോഴാണ് വെറുത്തുപോയത്. ഈ ഹോപ്പ് എന്ന് പറയുന്നത് ചിലപ്പം അത് ദൂഷ്യവും ചെയ്യാം. ആണ്. ഞാനത് പഠിച്ചൊരു പാടാണ്. ഒരാൾക്ക് നമുക്ക് ഒരു ചാൻസ് കൊടുക്കാൻ ചോദിച്ചാൽ അതിൽ കൂടുതൽ ഒരു മനുഷ്യന് നമ്മളൊരു ചാൻസ് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ചാൻസ് കൊടുക്കും തോറും നമ്മൾ വീക്കാവുകയാണ് ചെയ്യണം. അവരതിൽ എനിക്കൊരു ചാൻസ് തന്നു, ഞാൻ ഇനിയും ബെറ്റർ ആക്കണം എന്നല്ല അവർ വിചാരിക്കണം. അവർ യൂസ് ചെയ്യണം. ഇനിയും ചാൻസ് തരുമെന്ന്. പക്ഷെ കൊടുക്കരുത്. ഒരു തവണ ചാൻസ് കൊടുക്കാവും. അതത്രയും നമുക്ക് ഇഷ്ടമുള്ള ഈ എൻ്റെ അച്ഛന് ഞങ്ങൾ എൻ്റെ 17 വയസ്സ് വരെ ഒരു 5-6 തവണ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. ഒത്തീർപ്പാക്കും, കോടതി കേസ്, അങ്ങനെ ഒരിക്കൽ കോടതിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒത്തീർപ്പാക്കി വിട്ടിട്ടുണ്ട്, കുടുംബ കോടതിയിൽ നിന്ന്. എന്നിട്ട് പോലും പുള്ളിക്കാരൻ നന്നായിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് നടന്നു വെച്ചാൽ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരികയാണ്. സ്കൂളിൽ പോയിട്ട് വന്നപ്പം എൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചി, അച്ഛൻ്റെ സഹോദരിയൊക്കെ തൊട്ട് താഴത്തെ വീട്ടിലാണ്. അവിടെ എല്ലാവരുടെ ഒരു ആൾക്കൂട്ടം. അമ്മ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണില്ല, ദേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നീരായിട്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടതും പൊട്ടി. കാരണം എന്തും എനിക്ക് കുഴപ്പമില്ല. അമ്മയെ ഉപദ്രവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഉപദ്രവിക്കണം. അപ്പം എൻ്റെ അമ്മയുടെ ദേഹവും മനസ്സാ നോയിപ്പിക്കണമെന്ന് എനിക്ക് സഹിക്കില്ല. അങ്ങനെ ഞാൻ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ചോദിച്ചെന്ത്. അപ്പം ഇങ്ങനെ അമ്മ അപ്പച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിന്നപ്പം ബാക്ക് ഡോറ് വഴി വന്ന് ചവിട്ടി താഴൊരു തൊടി മീൻസ് അറിയാമോ, താഴെ ഒരു ചതുപ്പ് പോലെ അവിടെ തള്ളിയിട്ട് അങ്ങനെ കല്ലിടിച്ചിട്ടാണ് കണ്ണും മൂക്കും ഒക്കെ പോയത്. ഒരു തവണ കോളേജിൽ അങ്ങാണ്ട് വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജിൽ വന്നപ്പോഴല്ല, എൻ്റെ പുള്ളിക്കാരൻ ട്യൂഷനും ഉണ്ടാക്കി തിരിച്ചു. ഞാൻ ഒന്നും കഴിക്കാതെയാണ് പോയത്. കഴിക്കാതെ പോയി ഞാൻ വീട്ടിലിരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 11 മണിയായി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചപ്പം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ പകുതി വഴിയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ കയ്യിലിരുന്ന സഞ്ചി അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഇത് വന്ന് എടുത്തു പോയപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ കഴിച്ചിട്ട് വന്ന് എടുക്കാമെന്ന് പറഞ്ഞതിന് ഒരു കമ്പെടുത്തിട്ട് എന്നെ കുറേ അടിയടിച്ച്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ ഇട്ട് ജീവിക്കണേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലത്, നന്നായിട്ട് നോക്കാനും പറ്റില്ല, അതിനേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സത്യം ഞാൻ ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ റൂമിൽ അമ്മയുടെ സാരി എടുത്ത് എനിക്ക് കുരുക്കിട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കയറി. കാരണം അച്ഛൻ തന്നെ കുരുക്കിട്ടിട്ട് ചാവ്, നീ ജീവിക്കണ്ട, മരിക്കുമെന്നും പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ കയറി. ഞാനിങ്ങനെ കുരുക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്ന് കുറച്ച് നേരം. ഞാൻ കണ്ണടച്ച് ഞാൻ കുറച്ച് നേരം ആലോചിച്ച്. ഞാൻ മരിച്ചാൽ അമ്മ, മാളു, വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ അമ്മ, അനിയത്തി എന്താവും, ചിലപ്പോൾ ഞാൻ മൂത്തല്ലേ, ഞാൻ എനിക്ക് പെട്ടെന്ന് ജോലി വാങ്ങിച്ച് അവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറേ മൈൻഡ്. പിന്നെ അമ്മ കാരണം എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചാണ്. എനിക്ക് പിന്നെ അമ്മ മരിച്ചിട്ടില്ലല്ലോ, അമ്മ ഇതുവരെയും അങ്ങനെ ഒരു ശ്രമം ഞാൻ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു 0.5 എങ്കിലും ഉണ്ടായിരുന്നു ജീവിക്കേണ്ട. ഇത് എനിക്കൊട്ടും, കാരണം ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ അച്ഛന് ആ ഒരു സ്നേഹം തരാനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജീവിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ അച്ഛനൊരു വിഷമമല്ല, പിന്നെ എന്തിന് എന്നുള്ളൊരു തോട്ട് വന്നു. ഗംഗ ഇതെല്ലാം തുറന്നു പറയാനുള്ള കാരണം എന്തായിരുന്നു? ആദ്യമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ
അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു കാരണം? കുറേ നമ്മളെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരാരും തുറന്നു പറയൂല. ഒന്നെന്ന് പറയണത് നമ്മളെ ഫാമിലി സീക്രട്ട് തുറന്നു പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. ഇങ്ങനെ അച്ഛൻ ഉപദ്രവിക്കും, അമ്മ ഉപദ്രവിക്കും, നാണക്കേടാണ്. കാരണം സൊസൈറ്റി എന്ത് വിചാരിക്കും, എല്ലാവരും അതാണ് വിചാരിക്കണം. സൊസൈറ്റി എന്ത് വിചാരിക്കണം, ഒരുപാട് പേര് ജീവിക്കണത് വേണ്ടി തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ പണ്ടൊരു തീരുമാനം എടുത്തു, ഞാൻ ഒരിക്കലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ജീവിക്കൂല. ഞാൻ ജീവിക്കണം എൻ്റെ അമ്മ അനിയത്തി എനിക്ക് വേണ്ടിയിട്ട്, വേറെ ആർക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ നിമിഷം വരെ വേറെ ആർക്കും വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കാനില്ല. അപ്പോൾ ഞാൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ജീവിക്കില്ല. ആ സത്യം എല്ലാവരും അറിയണം. ഞങ്ങൾ ഇത്രയും അനുഭവിച്ചാണ്. ഇനി ഒരു പെൺകുട്ടി ഇതൊക്കെ അനുഭവിക്കുമ്പം തോന്നണം, ഇത് പുറത്തറിയിക്കണം, അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് കൊടുക്കണം, എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനം വേണം എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗംഗ ഇതെല്ലാം തുറന്നു പറയുമ്പോൾ കുറേ ആൾക്കാർ ഗംഗേനെ കോൺടാക്ട് ചെയ്തിട്ടില്ലേ ഇതിനെക്കുറിച്ച്? അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി? ഉണ്ട്, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക്. വാട്സപ്പിലല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ വാട്സപ്പിലുണ്ടായിരുന്നു പഴയ ഫ്രണ്ട്സ്, നീ ഇത്രയും ചിരിക്കണം, കാരണം എല്ലാവരും എൻ്റെ ചിരിച്ച മുഖേ കണ്ടിട്ടുള്ളൂ, നീ ഇത്രയും അനുഭവിച്ച കാര്യവും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, നിനക്ക് പറയായിരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണം കഴിച്ച സമയം മുതലേ അച്ഛൻ ഇങ്ങനെ തന്നെയായിരുന്നു അമ്മയോട്? അതിന് മുന്നേയും പുള്ളിക്കാരനാണ് ഇങ്ങനെയാണ്. ഇപ്പം എനിക്കറിയാമെന്നുള്ളതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഗ്രാജുവലി എൻ്റെ അച്ഛൻ്റെ അമ്മയും സഹോദരിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മുന്നേയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും സഹോദരിമാരുടെ അടുത്തും ഭയങ്കര ബലമാണ്. ഇൻ കേസ് ഇപ്പോഴും അച്ഛൻ്റെ സഹോദരിമാരുടെ അടുത്ത് പുള്ളിക്കാരൻ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. അന്ന് ആ ടൈമിൽ ഉപദ്രവിക്കാൻ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയതിന് ശേഷം ഉപദ്രവിക്കാൻ ആരുമില്ല. പുള്ളിക്കാരൻ ഭയങ്കര സാഡിസ്റ്റാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അപ്പച്ചിയും അപ്പച്ചിയുടെ മക്കളെയൊക്കെ ഉപദ്രവിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ അല്ലേ ഗംഗ? ഒരാളും ഹെൽപ്പ് ചെയ്യാൻ ഇല്ല എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു കുറച്ച് നല്ല കാട് ഏരിയയിലോട്ടാണ് താമസം, ഉള്ളിലോട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് അടുത്ത് ഞങ്ങളെ സ്വന്തം റിലേറ്റീവ്സ് ആണുള്ളത്, അച്ഛനും അച്ഛൻ്റെ സഹോദരിമാരൊക്കെ. പക്ഷേ ഞങ്ങൾക്കൊരു അവിടെ ഒരു പ്രശ്നം വന്ന് ആരും വരാനൊന്നുമില്ല, വരത്തില്ല ആരും, അച്ഛനെ പേടിച്ചിട്ട് ആരും വരത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളും, ഈ കാര്യത്തിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്. അപ്പോൾ ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവുന്നത്. Also to sexual abuse. Ganga പറഞ്ഞിരുന്നു that you want to talk about it. So tell me what really happened. എന്താണ് സംഭവിച്ചത്? ഞാൻ ഒരു നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവണം, നമ്മൾ കുറച്ചുകൂടെ വളരണം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. കാരണം മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും അവർക്ക് മറ്റൊരാൾ വളരണ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, എസ്പെഷ്യലി ഒരു വുമൻ. ഞാൻ കണ്ട ആൾക്കാർ അല്ല റിയാലിറ്റി എല്ലാം ഫേക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈമുണ്ട് ചേച്ചി. ആ ടൈമിൽ ഭയങ്കര മെൻ്റലി ഞാൻ അങ്ങ് തകർന്നു പോയൊരു സമയമുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടാണ് ഉറങ്ങുന്നത്, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പേടിയാണ്, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ ലൈഫിലുള്ള എല്ലാ മോശ കാര്യവും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഇരുട്ടിലാണ്.